ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ഗിരിജേന്തി ഉണ്ടാക്കുന്ന ഗിരിജേന്തിയുടെ സ്പെഷ്യൽ അയിലക്കറിയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ആദ്യം നമുക്ക് ഗിരിജേന്തിയെ പരിചയപ്പെടാം. ഗിരിജേന്തി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്, അതായത് അമ്മമ്മയുടെ അനിയത്തി. ഗിരിജേന്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഗിരിജേന്തി വളരെ ആക്റ്റീവാണ്, വളരെ ചുറുചുറുക്കുള്ളതാണ്. പിന്നെ ആളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നിവയിലൂടെ സ്റ്റാറ്റസ് ഇട്ടിട്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ എനർജറ്റിക് ആണ്. ഗിരിജേന്തി ഇടുന്ന ഓരോ സ്റ്റാറ്റസ് നമ്മൾ കാണണം. വളരെ നല്ല സൂപ്പർ സ്റ്റാറ്റസ് ആണ്. പിന്നെ ആൾക്ക് 70 വയസ്സേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്ന വിധം കാണാം. ചിലവർ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗിരിജേന്തി മീൻ മുറിച്ച് വൃത്തിയാക്കുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പം എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഉപ്പിട്ടരച്ച് കഴുകുക. ഇപ്പം ഇങ്ങനെ വെറുതെ കഴുകേണ്ട ആവശ്യമുണ്ടോ? ആ, ഇങ്ങനെ കഴുകണം അല്ലേ? ഓക്കെ. കൊഴുപ്പുണ്ടാവൂലേ? പരിചയമുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കുക. ഇപ്പം ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് മനസ്സിലാവില്ല. ഞങ്ങളത് ചെയ്യലുണ്ട്. മറ്റേ വലിയ കഷ്ണം മീൻ വാങ്ങിയിട്ട് അധികം പൊരിക്കലാണ് ചെയ്യുന്നത്, ഫ്രൈ ചെയ്യുക. കിണറ് ഞാട്ടില്ല, കിണറ് നല്ല എടുക്കുന്നത് ഒഴിച്ചെടുക്കുന്ന എടുക്കേണ്ട അവിടെയൊക്കെ ചെല്ലുന്നുണ്ടെങ്കിൽ ഇല്ല, അങ്ങനെ പുളി വെള്ളത്തിലിട്ട് വെക്കണം. പൊതരാൻ വെള്ളത്തിൽ പൊതിർത്തി വെക്കണം അല്ലേ? ഒരേ സമയം ഇവിടെ ചോറ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗതമായ രീതിയാണ്. അടുത്തെന്താ പരിപാടി? തേങ്ങ, ഉള്ളി, പച്ചമുളക് മിക്സിയിലിട്ടാട്ടുക, ആദ്യമായിട്ട് വെക്കുക. അപ്പോൾ തേങ്ങയിൽ നമ്മൾ തക്കാളി ഇടുന്നുണ്ടല്ലേ? പച്ചമുളക്. ആഹാ, തേങ്ങയിൽ തക്കാളി, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് ആട്ടുക.
ജാറിൽ തക്കാളി, ഉള്ളി, പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണ് എടുത്തിടുന്നത് നമുക്ക് നോക്കാം. 2 അല്ലി വെളുത്തുള്ളി, ഗ്യാസ് ഉണ്ടെങ്കിലേ. ഗിരിജാൻ്റെ ഇപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് എടുത്തിട്ട്? തേങ്ങ, ഒരു തക്കാളി, ഒരു ഉള്ളി, 4 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി. ഓക്കെ, ഇനിയിപ്പോൾ അത് ആട്ടിയെടുക്കാം അല്ലേ? ആ, ആട്ടിയെടുത്ത ശേഷം ഇതാ ഇങ്ങനെയാണ് കാണുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൽ ചേർത്തതെന്ന് നമുക്ക് നോക്കാം. ഉണ്ടാക്കാൻ ആവശ്യമായ പൊടികളെല്ലാമാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. വറ്റൽ മുളക്, കറിയിലേക്ക് വേണ്ട തക്കാളി ആയിരിക്കും അല്ലേ? ആദ്യം എന്താ ചെയ്യുന്നത്? ഈ മുളക് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ മുളക് മുറിച്ചിടുക, ഉലുവി ഇടുക, കടുക് ഇടുക, ഒരു തക്കാളി ഇടുക, താളിക്കുക. ഓക്കെ. എൻ്റെ എന്തൊക്കെയാണ് എടുത്തിട്ട് ഇപ്പം നിങ്ങൾ? കടുക്, ഉലുവ, വറ്റൽമുളക്, തക്കാളി. ഇനി അതിലേക്ക് പുളി വരല്ലേ? ഇതിലേക്ക് ഗിരിജാൻറ്റി 2 സ്പൂണ് മുളക് പൊടി ഇട്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് എന്താണ് ഇടാൻ പോകുന്നത്? മഞ്ഞൾപ്പൊടി. എത്ര? 1/2 സ്പൂണാ? ആ. ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക അല്ലേ? 2 സ്പൂൺ ഉപ്പ്. പച്ചമുളക് എത്ര പച്ചമുളക് കൊടുത്ത്? 1. നിങ്ങൾ നട്ടു വളർത്തിയ കരുവേപ്പിലാണല്ലേ? ആ. നല്ലവണ്ണം തളിച്ച് കുറുകിയിട്ട് മീൻ കഷ്ണം വേവിക്കുക. അടുത്തത് മീൻ കഴുകിടാനായോ? മീൻ കഴുകിയിടാം അല്ലേ? ആ. അതെന്തിനാ ആദ്യം തലയിടുന്നത്? ഓ, പരമ്പരാഗത സ്റ്റൈലാണ്. ആദ്യം തലയിടുക.
ബാക്കിയുള്ള മീനിൻ്റെ കഷ്ണം എടുത്തിട്ട് പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മീൻ വറക്കാൻ. അടുത്തായിട്ട് എന്താണ് ഗിരിജാൻറ്റി? ആട്ടി വെച്ച തേങ്ങ ഒഴിക്കുക. തേങ്ങ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലേ? പുളീൻ്റെ വെള്ളം അല്ലേ? അടുത്തായിട്ട് എന്താണ് ഗിരിജാൻറ്റി ചേർത്ത് കൊടുക്കുന്നത്? 1 സ്പൂൺ കുരുമുളകും പൊടി. എത്ര സ്പൂണ്? 1/2 സ്പൂൺ. 1/2 സ്പൂണ്. ആ. ഉപ്പ് പോരാത്തുണ്ട്. കുറച്ചും കൂടി ഉപ്പ് ഇതിൽ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പാകത്തിനാണല്ലേ? ഓക്കെ. അപ്പോൾ നേരത്തെ ഇഞ്ചി ഇടാൻ മറന്നുപോയി അല്ലേ? അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? അപ്പം ഒരു വറവും കൂടി അഡീഷണൽ ആയിട്ട് വന്നു അല്ലേ? ഇതിൻ്റെ അത് ചേർത്ത് കൊടുക്കാം അല്ലേ? ഗിരിജാൻറ്റി, അപ്പോൾ നമ്മളവിടെ അയിലക്കറി തയ്യാറായി ആയിരിക്കുകയാണല്ലേ? ഇനി ഓഫ് ചെയ്യാം അല്ലേ? വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയറും ചെയ്യുക. അപ്പോൾ നമ്മളെ അയലക്കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യം കഴിച്ചാൽ നമുക്ക് ഒരിക്കലും ഇത് ഒഴിവാക്കാൻ കഴിയില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അടുത്തതായി ഗിരിജാൻറ്റി ഇവിടെ മീൻ പൊരിക്കാനുള്ള പരിപാടിയിലാണ്. ഗിരിജാൻറ്റി, ഈ അയിലൊക്കെ എങ്ങനെ വെന്താലേ അതെങ്ങനെയാ അറിയാം? അത് 3 പ്രാവശ്യം നല്ലോണം തിളച്ച് മറിഞ്ഞാൽ അത് വെന്തെന്നാണ്. 3 പ്രാവശ്യം നന്നായി തിളച്ച് മറിഞ്ഞാൽ ഒരു 5 മിനിറ്റ്. 5 മിനിറ്റൊക്കെ മതിയല്ലേ? 5 മിനിറ്റ് കൊണ്ടൊക്കെ കറി ആവൂല്ലേ? ആഹാ. ഇത് നിങ്ങൾ ചേർത്തി കൊടുക്കുന്നതിൽ പൊരിക്കുന്നതിൽ? കുരുമുളക്, ഉപ്പ്, മുളക്, മഞ്ഞൾ, ഇഞ്ചിയും പച്ചമുളകും വെക്കാം. മിക്സിൻ്റെ ജാറ് പൊട്ടിക്കെടുക്കും. ആയിക്കോട്ടെ. എന്നാൽ അപ്പം അത് വേണ്ട. ഇവിടെ മീൻ പൊരിക്കുന്ന കൂട്ടിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തില്ലേ പാനിലേക്ക്? അപ്പോൾ നമ്മൾ സാധാരണ പൊരിക്കുന്ന മാതിരി തന്നെയല്ലേ?